ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ബൈബിളിലെ വേറൊരു കഥാപാത്രമാണ് നാമാൻ. നാമാൻ കുഷ്ഠരോഗി അല്ലേ? പ്രവാചകന്റെ അടുത്ത് വന്നത്. പ്രവാചകന്റെ അടുത്ത് നിന്നിട്ട് പ്രവാചകൻ പറഞ്ഞു 7 പ്രാവശ്യം ആ ജോർദാനിൽ മുങ്ങിക്കുളിക്കാൻ പറഞ്ഞു. അപ്പൊ അവൻ ചിന്തിക്കുകയാണ്, എൻ്റെ നാട്ടിൽ ഇതിലും നല്ല ഔഷധ ഗുണങ്ങളുള്ള വെള്ളം, ഫാർപ്പ റബാന എന്ന് പറയുന്ന നദികളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ഞാൻ എത്രയോ തവണ കുളിച്ചിരിക്കണു, പിന്നെയല്ല ഇത്തിരി പോരുന്ന തടാകത്തിൽ അത് 7 പ്രാവശ്യം. അവന് ഇഷ്ടപ്പെട്ടില്ല, അവൻ പോകുക. പോണ വഴിക്കാ വൃത്തി ചോദിച്ചത്. വലിയ കാര്യം പറഞ്ഞായിരുന്നെങ്കിൽ പ്രവാചകൻ മലയുടെ മേളിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് നിന്നെ ഉരുട്ടി കമഴ്ത്തി നിലത്തെ കൊണ്ടിട്ട് ഉരുട്ടിയിട്ട് എന്തെങ്കിലും പരിപാടി വടിയും കൊണ്ട് 4 അടിയൊക്കെ തന്നിട്ട് കോലെ കുത്തി നിർത്തി എന്തെങ്കിലുമൊക്കെ പരിപാടി കാണിച്ചായിരുന്നെങ്കിൽ നീ അനുസരിച്ചേനല്ലേ? ഇത് വെറുതെ ഈ വെള്ളത്തിൻ്റെ അകത്തുനിന്ന് ഇറങ്ങി 7 പ്രാവശ്യം മുങ്ങി പൊങ്ങാനേ പറഞ്ഞോളൂ, അതിന് നിനക്ക് പറ്റണില്ലേ? അവൻ അത് കേട്ടോണ്ട് അവൻ മുങ്ങാന്ന് ചോദിച്ചു. 1 അല്ല 2 അല്ല 3 അല്ല, അങ്ങനെ 7 പ്രാവശ്യം മുങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ശിശുക്കളുടെ ശരീരം പോലെ അദ്ദേഹത്തിൻ്റെ സ്കിന്ന് നൈർമല്യമുള്ളതായി തീർന്നു എന്നാണ് ബൈബിളിൽ എഴുതി വച്ചേക്കണേ. ഹല്ലേലൂയ. അപ്പോൾ ഒരു വ്യക്തി, ഞാൻ പറഞ്ഞു വന്ന ചിന്തകളൊന്ന് ആവർത്തിക്കുക, ദൈവത്തോട് ചേർന്നിരുന്നു എന്ന് കരുതി ആ വ്യക്തിയുടെ ഭൗതിക ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകില്ലെന്ന് തെറ്റിദ്ധരിച്ചേക്കരുത്. ആ വ്യക്തിയുടെ ജീവിതത്തിൽ കഷ്ടപ്പാടും ദുരിതങ്ങളും ഒന്നും ഉണ്ടാകില്ലെന്ന് ചിന്തിച്ചേക്കരുത്. ഹല്ലേലൂയ. ഇനി അങ്ങനെ ഒരു വിഷമോ പ്രശ്നമോ വന്നു കഴിയുമ്പോൾ ആദ്യം ഓടേണ്ടത് ദൈവത്തിൻ്റെ അടുത്തേക്കാണ്. ഹല്ലേലൂയ. ഇപ്പൊ ദൈവം ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? നിന്റെ കയ്യില് എന്താണുള്ളത്? ഇതാണ് പ്രവാചകൻ ആ വിധവയോട് ചോദിച്ചത്. ആ ചോദ്യത്തിന് വളരെ നിഷ്കളങ്കമായിട്ട് അവൾ ഉത്തരം പറഞ്ഞു. ആകെ ഒരു പാത്രം എണ്ണ മാത്രമേ ഉള്ളൂ. പ്രവാചകൻ പറയുവാണ്, നീ പോയി നിന്റെ മക്കളെയും കൂട്ടിക്കൊണ്ട് അയലൊക്കത്തെ വീട്ടിലെ കാലിയായ പാത്രങ്ങളെല്ലാം ശേഖരിക്ക്. അവള് ഒരു ചോദ്യം തിരിച്ചു ചോദിച്ചില്ല, അവള് ധിക്കരിച്ചില്ല. പറഞ്ഞത് പ്രവാചകനാണോ അതിൻ്റെ അകത്ത് എന്തെങ്കിലും കാര്യം ഉണ്ടാകും. അതുകൊണ്ട് അവള് വീട്ടിൽ ചെന്നിട്ട് മക്കളെയും കൂട്ടിക്കൊണ്ട് അയലൊക്കത്തെ വീട്ടിലെ പാത്രങ്ങളെല്ലാം കളക്ട് ചെയ്തു. എല്ലാ കാലിയായ പാത്രങ്ങളും കൊണ്ടുവന്ന് വീടിന്റെ മുറിക്കകത്ത് കയറി വാതിലടച്ച് കുറ്റിയിട്ടു. എന്നിട്ട് മക്കളോട് പറഞ്ഞു, മക്കളെ കാലിപ്പാത്രം എടുത്ത് വെക്കടാ. അവര് പാത്രം എടുത്തു വെച്ചു. അമ്മ എണ്ണപ്പാത്രത്തിൽ നിന്ന് കാലിപ്പാത്രത്തിലേക്ക് പകരാൻ തുടങ്ങി. ഒരു പാത്രം നിറഞ്ഞു, മാറ്റി അടുത്ത 2ാമത്തെ വെച്ചു, അതും നിറഞ്ഞു, അടുത്ത പാത്രം വെച്ചു. അങ്ങനെ നിറയണത് ഈ എണ്ണ ഇരിക്കുന്ന പാത്രം മാത്രം കാലിയാകണില്ല. അതിങ്ങനെ അക്ഷയപാത്രം പോലെ ഒഴുകിക്കൊണ്ടിരിക്കുക. കുറെ കഴിഞ്ഞപ്പോ മക്കള് പാത്രം വെക്കണില്ല, വെക്കട അടുത്ത പാത്രം. അപ്പൊ മക്കള് പറഞ്ഞു, അമ്മേ കാലിയായ പാത്രങ്ങളെല്ലാം തീർന്നു. ഒരു നാട്ടിലെ കാലിയായ പാത്രങ്ങളെല്ലാം ഈ ഒരു പാത്രത്തിൽ നിന്ന് എണ്ണ പകരാൻ തുടങ്ങിട്ട് നിറഞ്ഞു. മക്കാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. നമ്മൾ ആദ്യം എന്ത് ചെയ്യും? എൻ്റെ അമ്മോ സന്തോഷം കാരണം എനിക്ക് ഇരിക്കാൻ വയ്യേ ഇല്ലേ? നമ്മൾ എത്രയും പെട്ടെന്ന് നാട്ടുകാരെ എല്ലാം വിളിച്ചു കൂട്ടി അത്ഭുതത്തെ കുറിച്ചൊക്കെ പറഞ്ഞ് ചെയ്യാം. നീ കൊണ്ടുപോടാ, നീ ഒരു 10 പാത്രം, നീ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് ആഘോഷമാക്കും ഇല്ലേ? ഈ അമ്മ എന്താ ചെയ്തെന്നറിയാമോ? എല്ലാം നിറഞ്ഞു കഴിഞ്ഞപ്പോ അമ്മ വീണ്ടും എങ്ങോട്ട് പോയി? വീണ്ടും പ്രവാചകന്റെ അടുത്ത് പോയി. കാരണം പുള്ളി പറഞ്ഞിട്ടാ ചെയ്തതല്ല അല്ലേ? പുള്ളിയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അല്ലയോ പ്രവാചക, എല്ലാ പാത്രവും നിറഞ്ഞു, ഇനി എന്താ ചെയ്യണ്ടേ? ഇടയ്ക്ക് വെച്ച് പരിപാടി നിർത്തുമല്ല, പ്രവാചകൻ പറഞ്ഞതിന്റെ ഒരു പ്രൊസീജിയർ ഉണ്ട്, തീർക്കട്ടെ. അപ്പൊ ഇനി എന്താ ചെയ്യണ്ടേ? പ്രവാചകൻ പറഞ്ഞു, ആ എണ്ണ എടുത്ത് വിറ്റ് നീ നിന്റെ കടം വീട്ട് ബാക്കിയുള്ള എണ്ണയും കൊണ്ട് നീ നിന്റെ മക്കളും സുഭിക്ഷമായിട്ട് ജീവിക്ക്. പ്രിയമുള്ളവരെ, ഈ ചോദ്യം ഇന്നും ദൈവം ചോദിച്ചുകൊണ്ടിരിക്കുക. അല്ലയോ മകനെ, മകളെ, നിന്റെ കയ്യിൽ എന്തുണ്ട്? ഈ ചോദ്യം ഇപ്പൊ ചോദിക്കട്ടോ ദൈവം നിങ്ങളോട്. നിന്റെ കയ്യിൽ എന്തുണ്ട്? എന്തുണ്ട്? ഒന്നുമില്ല എൻ്റെ അച്ഛൻ അല്ലേ? നിന്റെ കയ്യിൽ എന്തുണ്ട്? എൻ്റെ കയ്യില് ഒന്നുമില്ല. ഒന്നുമില്ല എന്ന് പറയണതിൻ്റെ കാരണം കിട്ടിയതിനെ കുറിച്ചൊന്നും നമ്മൾ ചിന്തിച്ചിട്ടുമില്ല, നന്ദി പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ടാണ്. അതായത് ഈ ചോദ്യങ്ങൾ ബൈബിളിലെ പലയിടങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുണ്ട്. ഒരു ഉദാഹരണം പറയാം. ഈശോ ഇങ്ങനെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആളുകളോട്. സന്ധ്യ മയങ്ങി. ആ സമയത്ത് ശിഷ്യന്മാര് വന്നിട്ട് പറഞ്ഞു, ഗുരു, നമ്മളൊരു വിജന സ്ഥലത്താണ്, നേരം മയങ്ങിയിട്ടുണ്ട്, സന്ധ്യ മയങ്ങിയിട്ടുണ്ട്, ഇവർക്ക് ഭക്ഷണം കൊടുക്കണം, നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, ഇവരെ നമുക്ക് പറഞ്ഞു വിട്ടേക്കാം. അപ്പോ യേശു പറഞ്ഞു, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കണം.
എന്നിട്ട് യേശു ചോദിച്ചു നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? 5000-ഓളം വരുന്ന ജനം ഇങ്ങനെ വന്ന് ഒരുമിച്ച് കൂടിയിരിക്കുക. അവരുടെ മുമ്പിലാണ് ഇവൻ ചോദിക്കണം, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? അപ്പൊ അവര് പറഞ്ഞു, ഇവിടെ ഒരു ചെറുക്കൻ്റെ കയ്യിൽ ആകെ 5 അപ്പവും 2 മീനും 5 2 7 കഷ്ണം സംഭവം ഉണ്ട്. ഇതും കൊണ്ട് എന്താണ് ഇവിടെ ഉള്ളവർക്ക്? അല്ലേ? ഈ ചോദ്യം ഇന്നും യേശു ചോദിക്കാൻ, നിന്റെ കയ്യിൽ എന്തുണ്ട്? ആകെ 5 അപ്പം വെച്ചോണ്ട് ഇത്രയും പേരോട് വർത്താനം പറയാൻ പോലെ വേറെ വല്ല പരിപാടി ഉണ്ട് നമുക്ക്? അല്ല, നിന്റെ കയ്യിൽ 5 അപ്പം ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് കൊണ്ടാ. നിന്റെ കയ്യിൽ എന്തുണ്ട്? ഉള്ളതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറ. ഇല്ല 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 എന്നുള്ള പരാതി പറഞ്ഞത്, ഇല്ല 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 എന്ന് പരാതി പറഞ്ഞത്, ഇല്ല 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 എന്ന് പരാതി പറഞ്ഞത് നിർത്ത്. അങ്ങനെ പറഞ്ഞേക്കരുത്.